ഇവിടെ നമ്മുടെ നാടിൻ്റെ ദാരിദ്ര്യം അകറ്റുന്നതിന് വേണ്ടി, വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച മാവേലി സ്റ്റോറുകൾ, പിന്നെ വാമന സ്റ്റോറുകളെ കൊണ്ട് പകരം വെക്കാൻ നോക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി. ജനകീയാസൂത്രണത്തിൻ്റെ ശോഭ അത് എങ്ങനെയെല്ലാം കെടുത്താൻ പറ്റും എന്ന് പിന്നീട് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്ന് നമ്മുടെ നാട് മാത്രമല്ല, രാജ്യവും ലോകവും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ പ്രത്യേകതയായി കാണുന്ന കുടുംബശ്രീ, ആ കുടുംബശ്രീ അതിനു പകരം നമ്മുടെ സംസ്ഥാനത്ത് ജനശ്രീ എന്ന പേരിൽ ഒരു സംവിധാനം കൊണ്ടുവരാൻ ശ്രമിച്ചതും നമ്മുടെ എല്ലാം അനുഭവത്തിലുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ലൈഫ് മിഷൻ്റെ പ്രവർത്തനം 2021 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേട്ട ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. പ്രഖ്യാപനം നടത്തിയത് അന്നത്തെ ആ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന ഒരു മുന്നണിയുടെ സമുന്നതനായ നേതാവായിരുന്നു. അത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ 4,70,000-ഓളം വീടുകൾ ഇപ്പം നമുക്ക് പൂർത്തിയാക്കാനായത് 2021 നിങ്ങൾ തന്നെ തുടരൂ എന്ന് LDF-നോട് ജനങ്ങൾ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലായിരുന്നെങ്കിൽ അത് ഇടക്ക് വെച്ച് അവസാനിപ്പിക്കുമായിരുന്നു. നമ്മുടെ സംസ്ഥാനം വികസിത രാജ്യങ്ങളോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുക, വികസിത രാജ്യങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ നാടിനെ ഉയർത്തുക, ഇതാണ് നവകേരള നിർമ്മിതിയുടെ സുപ്രധാന ലക്ഷ്യമായി നാം കണ്ടത്. എന്നാൽ ഇപ്പോൾ നമുക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും, ആ ലക്ഷ്യം ഏറെയൊന്നും അകലെയല്ല എന്നത്. കേരളത്തിലെ ശിശുമരണ നിരക്ക്, മാതൃമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ നിലയിലാണ് നിൽക്കുന്നത്. ഈ കുറവ് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മാത്രമല്ല, ഇവിടെ ലോകത്തെ ഏറ്റവും സമ്പൽ സമൃദ്ധം എന്ന് കണക്കാക്കുന്ന അമേരിക്കയിലെ ശിശുമരണ നിരക്കും മാതൃമരണ നിരക്കും എടുത്താൽ അതിനേക്കാളും കുറഞ്ഞ നിരക്കാണ് നമ്മുടെ കേരളത്തിന് നേടാനായിട്ടുള്ളത്. ഇതൊരു ചെറിയ നേട്ടമല്ല. നാം ശ്രദ്ധിക്കേണ്ടത് $167.9 ബില്യൺ മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ GDP. എന്നാൽ അമേരിക്കയുടേത് $30.51 ട്രില്യൺ ഉടമയാണ്.
അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഭീമനാണ്. എങ്ങനെയാണ് അവരെ മറികടന്ന് നമുക്ക് മുന്നിലെത്താനായത്? അവരുടെ GDP-യുടെ 0.55% മാത്രമാണ് നമുക്കുള്ളത്. എന്നിട്ടും നമുക്ക് അമേരിക്കയെ മറികടക്കാനായി. ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. അമേരിക്കയിൽ 1,00,000 പ്രസവങ്ങളിൽ 22.3 അമ്മമാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. കേരളത്തിൽ അത് 18. കേരളത്തിൽ 1000 ജനനത്തിന് 5 ശിശുമരണമാണ് ഉണ്ടാകുന്നത്. അമേരിക്കയിൽ അത് 5.6. നമ്മുടെ സാക്ഷരതാ നിരക്ക് പരിശോധിച്ചാൽ 96.2% കേരളത്തിൻ്റെ സാക്ഷരത. അമേരിക്കയുടെ സാക്ഷരതാ നിരക്ക് 79%. നമ്മുടെ സംസ്ഥാനത്ത് ബഹുമുഖ ദാരിദ്ര്യം ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ടു.